ഗൈസ്, അപ്പൊ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ചടിച്ച് നോക്കാം, പിന്നെ നമുക്ക് കേക്ക് മുറിക്കാം. വൈനില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? വൈൻ അങ്ങോട്ട് കെട്ടഴിച്ച് തുറന്നപ്പോ തന്നെ വല്ലാത്തൊരു മണമായിരുന്നു കേട്ടോ. കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും അത്യാവശ്യം നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കി എടുത്ത വൈനാണ്. ഇതിന് നമുക്ക് വൃത്തിയായിട്ട് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു വെള്ള തോർത്തെടുത്തു. ജലാംശം തീരെ ഇല്ലാത്ത പാത്രത്തിലേക്ക് വേണം കേട്ടോ അരിച്ചെടുക്കാൻ. അങ്ങനെ പട്ടയും ഗ്രാമ്പും ഗോതമ്പൊന്നും പെടാതെ അരിച്ചെടുത്ത വൈൻ ബോട്ടിലേക്ക് മാറ്റാം. സുധിന്റെ ബോട്ടിൽ ഓപ്പണിംഗ് കാണുമ്പോൾ തന്നെ അറിയാം അവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ പതഞ്ഞ് പൊങ്ങുന്ന റെഡ് വൈൻ കുപ്പിയിലേക്ക് ആക്കിയിട്ടാ. ഇനി എന്തായാലും നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നിങ്ങൾ ഇതുപോലെ വൈനൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊക്കെ ഒരു രസമാണ് ഗൈസ്. അപ്പൊ വൈനൊക്കെ സെറ്റായി. ഇനി നമുക്ക് കേക്ക് മുറിച്ചിട്ട് വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് നല്ല ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പ്ലം കേക്കാണ് കേട്ടോ. ക്രിസ്മസിന് വൈനും പ്ലം കേക്കും ആണ് കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ വൈനും പ്ലം കേക്കും കൂടി കഴിച്ച് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. വൈൻ എന്തായാലും വായിൽ വെക്കുമ്പോ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ആവശ്യത്തിന് മധുരവും ഗോതമ്പുള്ളത് കൊണ്ട് അത്യാവശ്യം പവറൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം, അടിപൊളി. എന്റെ പോലെ ക്യാരറ്റിന്റെ ഫ്ലേവറുള്ള പ്ലം കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് പരിപാടി എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ മനോഹറിന്റെ ഭാഗമായിട്ട് നമ്മൾ റോഡിന്റെ സൈഡിൽ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ വൈനൊക്കെ കൊണ്ടുപോയി അടിച്ച് പൊളിക്കുന്നതാണ്. അപ്പൊ നാളത്തെ വീഡിയോസ് കാണാൻ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് കൂടെ കൂടിക്കോ. അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.